നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള മെയ്ഡ് ഇൻ കൊറിയ കണ്ടിരുന്നോ നിങ്ങൾ? ആഗോളതലത്തിൽ കൊറിയൻ തരംഗം അഥവാ ഹാലിയോ വേവ് ഉണ്ടാകുന്ന ഈ സമയത്ത് ഒരു തമിഴ് പെൺകുട്ടി തൻ്റെ കൊറിയൻ സ്വപ്നങ്ങളുമായി സോളിലെത്തുന്ന കഥ ഏറെ പ്രസക്തമാണ്. രാകാർത്തിക് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സെംബ എന്ന കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് പ്രിയങ്ക മോഹനാണ്. വലിയ പ്രതീക്ഷകളോടെ ജെൻസി ഓഡിയൻസിനെ കൂടുതൽ ഫോക്കസ് ചെയ്തെത്തിയ ചിത്രം എന്നാൽ ഒരു ശരാശരി സിനിമാ അനുഭവത്തിൽ പോലും എത്തിയില്ല എന്നുള്ളതാണ്. തൻ്റെ കുട്ടിക്കാലം മുതൽ കൊറിയൻ സംസ്കാരത്തോട് താല്പര്യം പുലർത്തുന്ന ഒരു പെൺകുട്ടിയാണ് സെംബ. കൊറിയയിലേക്ക് പോകുക എന്നത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. സെംബ ചെറുപ്പകാലം മുതലുള്ള തൻ്റെ സുഹൃത്തായ മണിയുമായി പ്രണയത്തിലാണ്. എന്നാൽ തൻ്റെ വീട്ടുകാർ അതിനെ എതിർക്കുകയും വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഇരുവരും ചെന്നൈയിലേക്ക് മാറുകയും ചെയ്യുകയാണ്. നിർഭാഗ്യവശാൽ അവിടെ വെച്ച് അവർക്ക് വേർപിരിയേണ്ടി വരികയും ഒടുവിൽ സെംബ ഒറ്റയ്ക്ക് തൻ്റെ ഡ്രീമായ കൊറിയയിലേക്ക് എത്തുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു പെൺകുട്ടി സോളിലേക്ക് എത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒപ്പം അതിനെയൊക്കെ മറികടന്ന് ഇൻഡിപെൻഡൻ്റായി വരുന്നതാണ് സിനിമയുടെ ആകമൊത്ത പ്ലോട്ട് എന്ന് പറയുന്നത്. ധാരാളം ക്ലീശകൾ നിറഞ്ഞ ഒരു പ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും സിനിമയെ പൂർണ്ണമായും തന്നെ തോളിലേറ്റുന്നത് പ്രിയങ്ക മോഹൻ തന്നെയാണ്. ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയിൽ നിന്ന് അതിജീവനത്തിൻ്റെ പാതയിലെത്തുന്ന സെംബയെ അവർ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ജോലിക്ക് പോകുന്ന സ്ഥലത്തെ മുത്തശ്ശിയുമായുള്ള കോമ്പിനേഷൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. ആ റോൾ ചെയ്യുന്നത് സ്ക്വിഡ് ഗെയിമിലൊക്കെ ഉണ്ടായിരുന്ന പാർക്ക് ഹൈജിൻ ആണ്. അതേസമയം മുത്തശ്ശിയുമായുള്ള വൈകാരിക രംഗങ്ങൾ ഹൃദയസ്പർശിയാണെങ്കിലും തിരക്കഥയിലെ ഇഴച്ചിൽ ആ രംഗങ്ങളുടെ സ്വാധീനം കുറയ്ക്കുന്നുണ്ട്. സംഭാഷണങ്ങളെക്കാൾ കൂടുതൽ പ്രിയങ്കയുടെ ഭാവങ്ങളാണ് പലയിടത്തും സിനിമയെ നിലനിർത്തുന്നത്. അതിൻ്റെയൊക്കെ റീൽസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കാണും. ആൻഡ് ഹെഷാം അബ്ദുൽ വഹാബിൻ്റെ സംഗീതം മാത്രമാണ് സിനിമയുടെ ഫീൽ ഗുഡ് മൂഡിനെ താങ്ങി നിർത്തുന്ന മറ്റൊരു ഘടകം. എന്നാൽ അനാവശ്യമായി എവിടെയൊക്കെയോ മ്യൂസിക് കുത്തിത്തിരികുന്നൊരു ഫീലും ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൾക്ക് കൊറിയയോട് ഇത്രയധികം ഇഷ്ടം തോന്നിയത്? അവൾക്കതിൽ ഏതിനോടാണ് ഏറ്റവും കൂടുതൽ പ്രിയം? ഇത്തരം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും സിനിമ വ്യക്തത നൽകുന്നില്ല. സോളിലെ ലോട്ടെ വേൾഡും നംസൺ ടവറൊക്കെ ഒരു പാട്ടിലൂടെ വെറുതെ കാണിച്ചു പോകുന്നത് സിനിമയെ ഒരു ടൂറിസം വീഡിയോ പോലെയാക്കി മാറ്റുന്നുണ്ട്. ഇമോഷണൽ ഡെപ്ത് മിസ്സാവുന്നത് കൊണ്ട് തന്നെ നായിക നേരിടുന്ന പ്രതിസന്ധികളോട് വേണ്ടത്ര കണക്ഷൻ പ്രേക്ഷകർക്ക് കിട്ടുന്നില്ല. കൊറിയയിൽ എത്തിപ്പെടുക, അവിടെ ഒരു ഹോട്ടൽ തുടങ്ങുക, കൂടെ മ്യൂസിക് ബാൻഡ് കൂടെ തുടങ്ങി കൊറിയ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും വിധം ലോജിക്കില്ലായ്മ അതിൽ എവിഡൻ്റ് ആണ്. ഈ ഒരു സമയത്ത് അത്യാവശ്യം നന്നായി എടുക്കാൻ പറ്റിയ ഒരു പ്ലോട്ട് വളരെ ലോജിക്കില്ലാതെ എടുത്തു വെച്ചത് ശരിക്കും കൊറിയൻ ആരാധകരോടുള്ള നീതികേടാണ്. പ്രേക്ഷകർക്കിടയിൽ സമ്മിശ്രമായ പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ലോജിക്കില്ലാത്ത സംഭവങ്ങളും വിദേശത്തൊരാൾക്ക് ലഭിക്കുന്ന അമിതമായ സഹായങ്ങളും റിയലിസ്റ്റിക്കായി തോന്നിയില്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷ് ക്വീൻ സിനിമകളുടെ റെഫറൻസ് ഒക്കെ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സിനിമകളുടെ ഒരു കൊറിയൻ പതിപ്പെന്നതിലുപരി പുതുമയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ചിത്രമാണിതെന്നും കൊറിയൻ സംസ്കാരത്തെ കേവലം കിംചിക്കും BTSനും അപ്പുറം ഗൗരവമായി കാണാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചില്ല എന്നത് വലിയൊരു പോരായ്മയാണെന്നും ചിലർ അവകാശപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ പ്രിയങ്ക മോഹന്റെ പ്രകടനത്തിന് വേണ്ടിയോ സോളിലെ ഭംഗിയുള്ള കാഴ്ചകൾക്ക് വേണ്ടിയോ ഒരിക്കൽ കണ്ടിരിക്കാവുന്ന ഒരു ശരാശരി ചിത്രമായി മെയ്ഡ് ഇൻ കൊറിയ മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി മറ്റൊരു കാര്യം കൂടി, നിങ്ങളൊരു കടുത്ത ഒബ്സഷൻ ഉള്ളവർ ആണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ കൊറിയൻ വൈബ് ഇതിനുള്ളിലില്ല. ജസ്റ്റ് കണ്ടിരിക്കാം, അത്ര തന്നെ.